വെൽക്കം ടു ഇൻഡസ് ടോക്സ്. അതെ, മെഡിക്കൽ കോഡിംഗ് ദുബായിലോ, അതെ ഇൻഡസ് ദുബായിലോ, ഇൻഡസ് UAEയിലെത്തിയോ, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, മെഡിക്കൽ കോഡിംഗ് മേഖലയിൽ ഒരു വ്യത്യസ്തമായ അനുഭവം ഒരുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻഡസ് എഡ്യൂക്കേഷൻ. ഇൻഡസ് എഡ്യൂക്കേഷൻ എന്തുകൊണ്ടാണ് വ്യത്യസ്തമായി നിൽക്കുക എന്ന് വിചാരിച്ചാൽ, നമ്മൾ ഓരോ കുട്ടികളെയും നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതും. അതേപോലെ കുട്ടികൾക്ക് വെറുതെ കോഴ്സ് മാത്രം കൊടുക്കലല്ല, അവരെ പഠിപ്പിച്ച് എക്സാം പാസ്സാക്കി എടുപ്പിച്ച് നമ്മളെ കൊണ്ട് പറ്റണ CPC എന്നുള്ള ഇത് പാസ്സാക്കി എടുപ്പിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന ജോലി, അവർക്ക് ജോലി വാഗ്ദാനമൊന്നും നമ്മൾ ഒരു കുട്ടികളുടെ അടുത്തും കൊടുക്കില്ല. അതുപോലെ നമ്മൾ ഇൻഡസ്ട്രിയിൽ അഡ്മിഷൻ എടുക്കാൻ വിളിക്കുമ്പോഴും നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരാൾക്കും നമ്മൾ ജോലി വാഗ്ദാനം കൊടുക്കില്ല. പക്ഷേ എല്ലാവരെക്കാട്ടും കൂടുതൽ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയാത്തതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരാൾക്ക് ജോലി ആക്കി കൊടുക്കാൻ പറ്റില്ല. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ ഒരു ഘടന ഉണ്ട്. ആ ഇൻ്റർവ്യൂവിൽ നമ്മൾ പാസ്സാവണം. ഇതൊക്കെ പിന്നീട് നമ്മളെ കയ്യിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വിളിക്കുമ്പോൾ തന്നെ നിങ്ങളോട് ജോലി നമ്മളാക്കി തരും എന്ന് പറയുന്ന ഒരുപാട് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അതൊരു റിയാലിറ്റി എനിക്ക് ഫീൽ ചെയ്യാറില്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാ കുട്ടികളുടെ അടുത്തും ജോലിക്കുള്ള അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരും, അതിനുള്ള ഇൻ്റർവ്യൂ നമ്മൾ അറേഞ്ച് ചെയ്ത് തരും. എന്നിട്ടോ കൂടുതൽ പ്ലേസ്മെൻറ്റ് നടക്കണ എവിടെയാണ്? ഇൻഡസിൽ തന്നെയാണ് അല്ലേ. അതേപോലെ ഓരോ കുട്ടികളെയും അറിഞ്ഞുകൊണ്ട്, ഓരോ കുട്ടികളെയും കേന്ദ്രീകരിച്ച്, നമുക്ക് എത്ര സ്റ്റുഡൻസ് ഉണ്ടായാലും ഓരോ കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മളിവിടെ മെഡിക്കൽ കോഡിംഗ് ആയാലും നമ്മളെ പല എഡ്യൂക്കേഷണൽ സർവീസസ് ആയാലും ഇവിടെ പ്രൊവൈഡ് ചെയ്യണം. ഇവിടെ ആയാലും നമ്മുടെ നാട്ടിലായാലും തൃശ്ശൂർ ക്ലാസ് ഉണ്ട്. അതുപോലെ നമുക്ക് തൃശ്ശൂരിൽ നല്ല ഓൺലൈനായിട്ട് ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഇനി അടുത്തത് ഇൻഡസ് വ്യത്യസ്തമായിട്ട് നിൽക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇൻഡസിൻ്റെ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ഒരേ രീതിക്കാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. നമ്മൾ രണ്ട് കുട്ടികളും ഓരോ പ്രോപ്പർ, ഓൺലൈൻ കുട്ടികളെ നമ്മൾ എങ്ങനെയെങ്കിലും ക്ലാസ് കൊടുത്ത് അവസാനിപ്പിക്കുക, അത് നമ്മളൊരു മോഡില്ല. നമുക്ക് ഓരോ കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇൻഡസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലിരുന്നാൽ നിങ്ങൾ ഒരിക്കലും അത് ഓൺലൈനായിട്ട് ഫീൽ ചെയ്യില്ല. നിങ്ങളടുത്ത് ടീച്ചർ വന്ന് പഠിപ്പിക്കുന്ന ഫീലിംഗ് ഉണ്ടാവുള്ളൂ. അത് ഞാൻ ഗ്യാരൻറ്റി തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. പിന്നെ അതുപോലെ തന്നെ അനാട്ടമിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ, അനാട്ടമി പലയിടത്തും പല രീതിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു നിർബന്ധം എന്ന് പറയുന്നത്, കുട്ടികൾക്ക് അനാട്ടമി ബേസിക്സ് മുതൽ കിട്ടണം. അപ്പോൾ ഇവിടെ ഒരു ബേസിക്സ് അറിയാതെയും ഒരു ലൈഫ് സയൻസ് അല്ലാതെയും കുറേ കുട്ടികൾ വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ടെൻഷനും ഇല്ലാതെ ഇൻഡസിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ അനാട്ടമി അത്രയും ഡീപ്പായിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻഡസിൻ്റെ കുട്ടികളടുത്തും ബാക്കിയുള്ള കുട്ടികളടുത്തും നിങ്ങൾ തന്നെ ഒന്ന് കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇൻഡസ് എന്തുകൊണ്ട് ബാക്കിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കണമെന്നുള്ളതിൻ്റെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയണം. ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഇൻഡസ് ദുബായിൻ്റെ കാര്യങ്ങൾ. അതിന് മുന്നേ വേറൊരു കാര്യങ്ങളും പറയാം. നമ്മളെ നെക്സ്റ്റ് ബാച്ച് വരുന്നത് എന്നാണ്, നവംബർ 30 1 മണി മുതൽ 3 മണി വരെയാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ നവംബറിലേക്കുള്ള ബാച്ചിൻ്റെ അഡ്മിഷൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഹാഫ് ആവും. കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് ഇൻഡസിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്തിരിക്കേണ്ട ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ചെയ്യാനുള്ള പറ്റില്ല. ചിലപ്പോൾ അടുത്ത മന്തിക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്തോളൂ. അതിൻ്റെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇൻഡസിൻ്റെ ദുബായത്തെ ബാച്ചിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോണത്. നമുക്കറിയാം, നമ്മൾ ഇൻഡസിൻ്റെ ഓൺലൈനും ഓഫ്ലൈനും സെയിം ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ റീസെൻ്റ്ലി നമുക്കിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സസ് ഇല്ല. ഓഫ്ലൈൻ ക്ലാസ്സസ് ഉണ്ടാകുമ്പോൾ ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യും. ഇപ്പോൾ നമുക്കുള്ളത് ഓൺലൈൻ ക്ലാസ്സസ് ആണ്. ഇനി ഇവിടുത്തെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ, ഇവിടുത്തെ കേസ് എനിക്ക് അറിയാം, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മെഡിക്കൽ കോഡിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ബിസി ലൈഫുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അത്രയും കുറേ ടൈം ഇരുന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ളൊരു ടൈം ഇല്ലാത്തതുകൊണ്ട് മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും കയറ്റാറ്. ഇപ്പോൾ ഫസ്റ്റ് ഒന്നും ബേസിക്സ് അറിയാത്തൊരു കുട്ടിക്ക് ഡയറക്റ്റ് CPTയിലോട്ടൊക്കെയാണ് കയറ്റുക.
അപ്പം ഞാൻ തന്നെ വിചാരിക്കും എങ്ങനെയായിരിക്കും ഈ കുട്ടികൾ പഠിക്കുകയുണ്ടാവുക. കാരണം എളുപ്പമല്ല. നമ്മളെപ്പോലെ ഒരു മലയാളി ഒരു നോൺ ലൈഫ് സയൻസ് ഡിഗ്രി കുട്ടികൾക്ക് എന്ന് പറയുന്നത് എളുപ്പമല്ല. ഫസ്റ്റ് തന്നെ CPTയിലോട്ട് എൻ്റർ ചെയ്ത് ഒരു അനാട്ടമിയുടെ ഒരു ബേസിക്സും ഇല്ലാണ്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് എന്ന് പറയുന്നത് അത് എളുപ്പമല്ലാത്ത കാര്യം തന്നെ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡസ് ഇവിടെ ഉള്ളത്. അപ്പം നിങ്ങൾ പേടിക്കേണ്ട. ഇൻഡസിൻ്റെ വ്യത്യസ്തമായി നമ്മൾ ഇന്ത്യയിൽ കൊടുക്കുന്ന ക്ലാസ്സിൻ്റെ സെയിം മെത്തേഡ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡസിൻ്റെ നെക്സ്റ്റ് ഓൺലൈൻ ബാച്ചായ ഈ നവംബർ 30 1 മണി മുതൽ 3 മണിയുള്ള ബാച്ചസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ എന്നായിട്ട് കോൺടാക്ട് ചെയ്യണം. ഇവിടെ വന്ന് നമ്മൾ ഓഫീസിൽ കാണണമെന്നുണ്ടെങ്കിൽ നേരിട്ട് അപ്പോയിൻമെൻറ്റ്സ് എടുത്ത് ആ ടൈമിൽ ഞാൻ ഓഫീസിൽ അവൈലബിൾ ആയിരിക്കും. നമുക്ക് കണ്ട് സംസാരിച്ച് ഇനി മെഡിക്കൽ കോഡിങ് അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അപ്പോയിൻമെൻറ്റ്സ് എടുത്തിട്ട് എന്നെ ഇവിടെ നിന്ന് കാണാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള സർവീസസ് ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഇപ്പോൾ നമ്മൾ പറയണില്ല, ഉള്ള കാര്യം വ്യക്തമായിട്ട് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാറുണ്ട്. കാരണം ഇവിടുത്തെ ഒരു കേസ് മെയിൻ എന്ന് പറയുന്നത് റെഫറൻസും പിന്നെ അതേപോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആണ് മെയിനായിട്ട്. ഇതൊക്കെ ഓപ്പൺ ആയിട്ട് പറയണ ഒന്നുമല്ല, റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതല്ലാതെ കുറേ ഹൈഡ് ചെയ്ത് വെച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നത്. പക്ഷെ മാക്സിമം നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൻഡസ്ട്രിയിലത്തെ കുട്ടികൾക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവും, അത് നിങ്ങൾ പേടിക്കേണ്ട. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഇവിടെ നിങ്ങൾക്ക് കിട്ടാത്തൊരു എഡ്യൂക്കേഷൻ, ഫസ്റ്റ് തന്നെ CPTയിലോട്ട് പോയി ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് കരയേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് വരണ്ട. നമ്മൾ മലയാളി കുട്ടികൾക്കാണ് ഇപ്പോൾ ഈ ബാച്ച് പ്ലാൻ ചെയ്തിട്ടുള്ളത്. വേറെ ലാംഗ്വേജുള്ള ഇംഗ്ലീഷ് കുറേ എൻക്വയറീസ് എനിക്ക് വരാറുണ്ട്. ഇംഗ്ലീഷ് അങ്ങനെ ലാംഗ്വേജിലൊക്കെ ക്ലാസ്സസ് അവൈലബിൾ ആക്കാം. അതൊക്കെ പിന്നീട് സമയം പോലെ നമുക്ക് എല്ലാം എടുത്തു ചാടി ചെയ്തിട്ട് കാര്യമില്ല. ഉള്ളത് വ്യക്തമായിട്ട് നമുക്ക് ഉള്ള കുട്ടികൾക്ക് അടിപൊളിയായിട്ട് കൊടുക്കണതിലാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് നമുക്ക് മലയാളി കുട്ടികൾക്ക് നിങ്ങൾക്ക് എന്നുവെച്ചാൽ നാട്ടിലത്തെ ക്ലാസ് സെയിം ആയിട്ട് ഇവിടെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡസ് തന്നെ നിങ്ങൾ ഓപ്റ്റ് ചെയ്തോളൂ. ഇനി ടെൻഷൻ വേണ്ട. നിങ്ങൾക്ക് ബേസിക്സ് മുതൽ നിങ്ങളൊരു സ്ഥലത്ത് കയറി എനിക്ക് ഡയറക്റ്റ് CPTയിലോട്ട് പോയി ഒരുപാട് കോൾസ് എനിക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ആയിട്ട് പറയണത്. CPTയിലോട്ട് പോയി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, മോക്ക് കിട്ടണില്ല, അത് കിട്ടണില്ല, ഇനി ആ ഒരു ടെൻഷൻ വേണ്ട. അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കുള്ള സർവീസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വിഷമിക്കരുത്. കുറേ കുട്ടികൾ എനിക്ക് വിളിക്കാറുണ്ട് എക്സാം പ്രിപ്പറേഷൻ ചോദിച്ചിട്ട്. ഞാൻ പിന്നെയും പറയാറുണ്ട് പ്ലേസ്മെൻറ്റ് ചോദിച്ചിട്ട് കാര്യങ്ങൾ. നിങ്ങൾക്ക് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇൻഡസ്ട്രിയിൽ തന്നെ ജോയിൻ ചെയ്യും. കാരണം എനിക്ക് എല്ലാ കുട്ടികൾക്കുള്ള സോഷ്യൽ സർവീസ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാം കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇൻഡസിൻ്റെ കുട്ടികൾ അവിടെ കിടക്കും. അപ്പോൾ അത് പോസിബിൾ അല്ല. നമ്മളെ കുട്ടികൾക്കുള്ള സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്കായിട്ടുള്ള വല്ല ജോബ് ഡ്രൈവ് വരികയെന്ന് വെച്ചാൽ ഇപ്പോൾ തിരക്കാണ്, അതുകൊണ്ടാണ് ജോബ് ഡ്രൈവ് നടത്താത്തത്. അപ്പോൾ പക്ഷേ നമ്മളെ കുട്ടികളെ പഠിച്ച് സർട്ടിഫൈഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ അവരെ പ്ലേസ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജോബ് ഡ്രൈവ് നടത്തുമ്പോൾ ഞാൻ പുറത്തേക്കുള്ള കുട്ടികൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാം, പേടിക്കേണ്ട. പക്ഷേ നിങ്ങൾ വിളിച്ച് ഇല്ല എന്ന് പറയുമ്പോൾ അത് എനിക്കും ഒരു ടെൻഷനാണ്. ഓപ്പണായിട്ട് ഇല്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരണം. ആദ്യമൊന്നും ഞാൻ ഇല്ല എന്ന് പറയാറില്ല. കാരണം ഞാൻ മാക്സിമം എല്ലാവർക്കുള്ള ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പം പറ്റണില്ല, എല്ലാം കൂടി ഒരു മനുഷ്യർക്ക് നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറയണത് നമ്മളെ കുട്ടികൾക്കുള്ള സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇൻഡസ്ട്രിയിൽ തന്നെ ജോയിൻ ചെയ്യും. ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യാം, നിങ്ങളെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാം. അതുപോലെ നമ്മുടെ ഇൻഡസിൻ്റെ HR ഡിപ്പാർട്ട്മെൻ്റ് ആയാലും എല്ലാവരും അത്രയും ഫാക്കൾട്ടീസ് ആയാലും അത്രയും റിയൽ ആയിട്ടാണ് കുട്ടികൾക്ക് വേണ്ടി വർക്ക് ചെയ്യണം. അത് എൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ പ്രകാരം തന്നെയാണ് അങ്ങനെ വർക്ക് ചെയ്യണം. അവർ അത്രയും റിയൽ ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ എന്താ, നമ്മൾ നെക്സ്റ്റ് ബാച്ച് വരുന്നുണ്ട് നവംബർ 30 1 മണി മുതൽ 3 മണി വരെയാണ്. എക്സ്പീരിയൻസ് ചെയ്യണം, ഇൻഡസിൻ്റെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം, ഇതിൽ തന്നെ ജോയിൻ ചെയ്യും. പിന്നെ ഈ മന്തിൽ ഒരു ഗംഭീര സർപ്രൈസ് വീണ്ടും വരുന്നുണ്ട്. അതെ, ഇൻഡസ് വ്യത്യസ്തമായി നിൽക്കണതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് നിങ്ങൾക്ക് സർപ്രൈസസ് ഒക്കെ തരാൻ പറ്റണത്. പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഞാൻ മറന്നിട്ടില്ല, പേടിക്കേണ്ട. CAPC പാർട്ട് 2 മറക്കില്ല, എന്തായാലും ചെയ്തു തരും. കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് അത് ചെയ്താൽ. ഞാൻ കമൻസൊക്കെ കണ്ടു കേട്ടോ, ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് പാർട്ട് 2. എനിക്കറിയണ ഒരു ഇൻഫോർമേഷൻ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യണുള്ളൂ, അതല്ലാതെ പ്രത്യേകമായിട്ട് ഞാൻ ഒന്നും എടുത്തിട്ടൊന്നും ചെയ്യണില്ല. പക്ഷെ അത് നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്, നിങ്ങൾക്ക് മനസ്സിലാവണം. ചില മിസ്റ്റേക്സും ഉണ്ടാവാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് മ്യൂച്വലി ഇങ്ങനത്തെ ഒരു വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം.
CAPC അറിയണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സിന് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. നന്നായി സപ്പോർട്ട് ചെയ്യേണ്ട ഇല്ലയെന്ന് ഞാൻ പറയണില്ല. ഇപ്പോൾ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂടി വരുന്നുണ്ട്. നിങ്ങൾ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻഡസിനെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ മുന്നോട്ട് നിങ്ങൾ ഈ സപ്പോർട്ട് വരുമ്പോഴാണ്, നിങ്ങൾ ഈ കമൻസൊക്കെ കാണുമ്പോഴാണ് എനിക്കൊരു പ്രചോദനം വരിക. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യേ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.